കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത് ജനങ്ങൾക്ക് വലിയ ഭാരമായെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞത് വൈകിയാണെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ്. വർധനവിനെതിരായ എതിർവികാരം നേരത്തെ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ പിൻവലിച്ചേനെ. പിരിച്ച നികുതി സർക്കാർ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന അഭ്യാസം UDF കയ്യിൽ വെച്ചാൽ മതിയെന്നും മന്ത്രി മീഡിയാവനോട് പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് വരുമാനം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു കെട്ടിട നികുതി പെർമിറ്റ് ഫീസ് സർക്കാർ കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇതിനെതിരെ വലിയ എതിർവികാരമുണ്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെയാണ് CPM മനസ്സിലാക്കിയത്. ഇതോടെയാണ് പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ പാർട്ടി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. ജനങ്ങളുടെ ഭാരം സർക്കാരിന് മനസ്സിലായെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ്. ഇതൊരു വലിയ ഭാരമായി പോയി എന്നുള്ളൊരു വികാരമുണ്ട് എന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. നേരത്തെ തന്നെ പ്രത്യക്ഷത്തിൽ ഇത്രയും ഒരു വികാരം ഉയർന്നു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അപ്പോഴേ ഈ തീരുമാനം ഉണ്ടാകുമായിരുന്നു. പൊതുജനത്തിന്റെ ഉള്ളിലുള്ള സാധനത്തെ മനസ്സിലാക്കുന്നതിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. പിന്നീടാണ് ഈ ഒരുപക്ഷെ എനിക്ക് തോന്നിയത് നടപ്പായി വന്നപ്പോൾ കുറച്ച് കാലം കൊണ്ടാണ് ഇങ്ങനെ ഒരു വികാരം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. 2023 ഏപ്രിൽ മുതൽ ഇതുവരെ പിരിച്ച നികുതി സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞ UDF നേതാക്കൾക്കുള്ള മന്ത്രിയുടെ മറുപടി ഇത്. അപ്പോൾ ആ അഭ്യാസം കയ്യിൽ വെച്ചാൽ മതി. UDFന്റെ തദ്ദേശ സ്ഥാപനങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ള പൈസ അവർ തന്നെ തിരിച്ചു കൊടുക്കണം. എല്ലാവരും, ഏത് തദ്ദേശ സ്ഥാപനമാണെങ്കിലും. സർക്കാർ തിരിച്ചു കൊടുക്കാൻ സർക്കാർ വാങ്ങിയിട്ടില്ല. സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ. നികുതി വിഷയത്തിൽ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചുവെന്നും MP രാജേഷ് കുറ്റപ്പെടുത്തി. UDF ഭരിക്കുന്ന നഗരസഭകൾ, പഞ്ചായത്ത് ഭരണസമിതികൾ കൂട്ടത്തോടെ പ്രമേയം പാസാക്കി വെച്ചു പിൻവലിക്കണം. എന്നാൽ നിയമസഭയിൽ അവർ മിണ്ടിയതുമില്ല. പ്രമേയം പാസാക്കിയവർ ഈ നികുതി നന്നായിട്ട് തന്നെ ഈടാക്കി അവരുപയോഗിച്ചു. പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായുള്ള ചർച്ച പൂർത്തിയായെന്നും രാഷ്ട്രീയ തീരുമാനം വരുന്നതിന് പിന്നാലെ വേഗത്തിൽ മദ്യനയം പ്രഖ്യാപിക്കുമെന്നും MP രാജേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മീഡിയ വൺ, തിരുവനന്തപുരം.